അയ്യോ വണക്കം നമസ്കാരം, ഞാൻ മൃണാൾ എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന മൃണാൾ ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ചേട്ടൻ പറയുന്നത് ചേട്ടൻ്റെ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുണ്ടല്ലോ, ചേട്ടനൊരു നന്മ മരമാണ്. പോരാത്തതിന് ചേട്ടൻ സത്പ്രവർത്തികൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്നു, ചില ആൾക്കാർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ചേട്ടൻ ഈ പറയുന്ന വീഡിയോയുടെയൊക്കെ താഴെ കൊടുത്തിട്ട് വിളിച്ച് പറയുന്ന നിൻ്റെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതിൽ നിന്ന് നല്ലത് പട്ടിണി കിടക്കുന്നതാണ് എന്ന് പറയുന്ന കമൻറ്റുകൾ വേറെ വരുന്നുണ്ട്. ഇത്തവണ ചേട്ടൻ വന്നിരിക്കുന്നത് എന്നെ തെറി പറയുമ്പോൾ, അതായത് എന്നെ എടുത്ത് റോസ്റ്റ് ചെയ്ത് ആ റോസ്റ്റിൽ നിന്നും അരി മേടിച്ച് കഴിക്കുന്നവരുടെ താഴെ ദയവ് ചെയ്ത് എൻ്റെ ഫാൻസ് പോയി തെറിവിളി നടത്തരുത്, അത് നമ്മുടെ സംസ്കാരമല്ല. പിന്നെ എന്താണ് നമ്മുടെ സംസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹോട്ടലിൽ കയറുക നിങ്ങൾ, എന്നിട്ട് ആ ഹോട്ടലിലെ ഭക്ഷണം മൂക്കുമുട്ട തിന്നുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ വെളിയിൽ തള്ളി ഇങ്ങനെ വരണം, ഇങ്ങനെ എന്ന് പറഞ്ഞ് തിന്നുക. അങ്ങനെ തിന്നു കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ആ ഹോട്ടലിനെ മൃഷ്ടാന ഭോജനം അടിച്ചു കഴിഞ്ഞ് ആ ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി വന്ന് ആ ഹോട്ടലിനെ തെറി പറയുക. ആ ഹോട്ടലിനെ തെറി പറഞ്ഞ ശേഷം ആ ഹോട്ടലിലെ മുഴുവൻ ജീവനക്കാരെയും തെറി പറയുക. ഇവന്മാർക്ക് വൃത്തിയില്ല, ഇങ്ങനെയാണോ ഒരു ഹോട്ടൽ നടത്തുന്നത്? ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയാണ് എനിക്ക് തൂങ്ങിച്ചാവാൻ തോന്നും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ആ ഹോട്ടലിനെ പൂട്ടിച്ച് അവരുടെ അന്നം മുടക്കുക എന്നുള്ളതാണ് ചേട്ടന് ചെയ്യാൻ പറ്റുന്നത്, ചേട്ടൻ്റെ ഫാൻസിന് ചെയ്യാൻ പറ്റുന്നത് കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഷോപ്പുണ്ടല്ലോ, ഇയാളുടെ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെയാണ് പറയുന്നത്. വെറും റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ പോലെ AC റെസ്റ്റോറൻറ്റ് എന്ന് പറയണം. ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നാടോടിക്കാറ്റിലോ പട്ടണപ്രവേശനത്തിലോ ഏതോ ആണെന്ന് തോന്നുന്നു, ഞാൻ BA ആണ് ഏവാൻ +2 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ ഞാൻ തുടങ്ങിയിരിക്കുന്നത് AC റെസ്റ്റോറൻ്റാണ്. ഈ ലോകത്തൊന്നും AC റെസ്റ്റോറൻറ്റ് ഇല്ലാത്തതുപോലെയാണ് ഇവൻ കിടന്ന് കൊണയടിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലിൽ, അതായത് ഇയാൾ ഈ ഹോട്ടലുകൾ മുഴുവൻ കയറി ഇറങ്ങി തിന്നു മുടിച്ച് അവിടെയുള്ള ആൾക്കാരെ തെറി പറഞ്ഞ് ആ ഹോട്ടൽ പൂട്ടിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ആ ഹോട്ടലിന് നേരെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂനത ഉണ്ടെങ്കിൽ പോലും വലിയ വിമർശനം വരുമെന്ന ബുദ്ധി ഇയാൾക്കെന്നല്ല ഏത് കൊച്ചുകുട്ടിക്കും കാണും. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാതെ, അതൊന്നും മനസ്സിലാക്കാതെ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ വീണ്ടും ആ തെറി പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകുകയാണ്. പക്ഷേ ഇത്തവണത്തെ മെഴുകൽ കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ പറയും പോലെ ഒരു വ്യത്യസ്തതരം കരച്ചില്ലേ ലക്ഷ്മണ എന്ന് പറയുന്നത് പോലെയാണ് ഇയാളുടെ കരച്ചിൽ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇത്തവണ ഇയാൾ വലിയ സ്ട്രാറ്റജിസ്റ്റ് ഒക്കെ ആണല്ലോ. കഴിഞ്ഞ ദിവസം ഇയാളുടെ ഒരു വീഡിയോയിൽ ഇയാൾ തന്നെ, അതായത് ഈ ഹോട്ടൽ തുടങ്ങിയത് വലിയൊരു മണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞ് ഇയാൾ തന്നെ വീഡിയോ ഇടും. അഖിൽ മാരാരുടെ അച്ഛനായിട്ട് വരും ഇയാൾ, അതായത് നിലപാടിൻ്റെ കാര്യത്തിൽ. ഇപ്പം പറയുന്ന കാര്യം അടുത്ത നിമിഷം മാറ്റി പറയും. ഹോട്ടൽ പൂട്ടുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഇയാൾ ഇപ്പം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു നിലപാട് പറയുക, പിന്നെ ആ നിലപാട് മാറ്റി പറയുക. ഒരു സ്ഥലത്ത് പോയി 50 രൂപയുടെ ഷവർമ കഴിക്കുക. 50 രൂപയുടെ ഷവർമ, ഒരു രക്ഷയില്ല, 50 രൂപയുള്ള അജാതി ക്വാളിറ്റിയാണ് ഈ ഷവർമയ്ക്ക് എന്നൊക്കെ തട്ടിവിടുക. എന്നിട്ട് പിറ്റേ ദിവസം മാതൃഭൂമി ചാനലിൽ കയറി ഇരുന്നിട്ട് 50 രൂപയ്ക്ക് ഒരാൾ ഷവർമ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വേറും കൂതറ ഷവർമയാണ് ഇവന്മാരൊക്കെ 50 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുക. അത് നമ്മളെ ചോദ്യം ചെയ്യുമ്പം ഇയാൾ എന്താ പറയുന്നത്, എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നത്. ഇടയിൽ ഞാനൊരു കാര്യം പറയും, ഇത് സോഷ്യൽ മീഡിയ യുഗമാണല്ലോ. പണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പണ്ടും അവർ ഇതുപോലെ തന്നെ പ്രതികരിച്ചേനെ. ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം ഒരാളോട് പറയണം, അതായത് നമ്മൾ നേരിട്ടൊരു അനീതി, അല്ലെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ഒരു ഉടായിപ്പ്, ഒരു ഇരട്ടത്താപ്പ്, ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ തുറന്ന് കാണിക്കും. അങ്ങനെ തുറന്ന് കാണിക്കുന്ന സമയത്ത് ഇത് എന്നെ ആക്രമിക്കാനാണ്, ഇവരൊക്കെ ചില ആൾക്കാർ ഫണ്ട് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. അതായത് ഇതെല്ലാം ഫണ്ടാണ്, എന്നെ ആക്രമിക്കുന്നവരെല്ലാം ഫണ്ട് മേടിച്ചിട്ടാണ് ആക്രമിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ഹംഗ്രി മൃണാൾ പൂട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ഹംഗ്രി മൃണാൾ തുടങ്ങിയത് വലിയൊരു അബദ്ധമായി പോയി, ഞാൻ ഇത്രയും വില കുറഞ്ഞ രീതിയിൽ ആൾക്കാർക്ക്, വില കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇരിക്കണം, വില കുറഞ്ഞ രീതിയിൽ ഒരു കിണ്ണ അവിയൽ വാങ്ങിക്കണമെങ്കിൽ 20 രൂപ കൊടുക്കണം. ആ ഒരു കിണ്ണ അവിയൽ വാങ്ങിച്ച് ഞാൻ ആ അവിയൽ കഴിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ചുകൂടെ അവിയൽ അപ്പുറത്തെ കടയിൽ പോയി കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 80 രൂപയ്ക്ക്. ഈ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു വീഡിയോയിൽ 20 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 20 രൂപയ്ക്ക് ഫുഡ് കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ 20 രൂപ ഊണെന്നടിച്ചാൽ മതി. ഈ ഹംഗ്രി മൃണാളിൻ്റെ ഹോട്ടലിരിക്കുന്ന അതേ സംസ്ഥാനത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് നോർത്ത് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ അടുത്ത് സമൃദ്ധി എന്ന് പറയുന്ന കുറേ ചേച്ചിമാർ നടത്തുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ അവർ ഭക്ഷണം കൊടുക്കുന്ന ഒരു നിറവ് കാണണം. ആ ഭക്ഷണം കൊടുക്കുന്ന ഒരു നിറവ്, 50 രൂപയ്ക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു കറി തീർന്നാൽ വീണ്ടും ചേച്ചിമാർ വന്ന് വേറെ കറി ഇട്ട് നമുക്ക് തരും. അതാണ് സാധാരണക്കാരൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത്. നമുക്ക് ഇയാളോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഹോട്ടലല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ്. ഈ 50 രൂപയുടെ കിണ്ണം കണക്കുള്ള ഈ സാധനം വാങ്ങിച്ച് ആ സാധനം 50 രൂപയ്ക്ക് അവിയൽ കഴിച്ചിട്ട്, ഞാനൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ രണ്ടാമതും ചേച്ചി കുറച്ച് തൂക്കം എന്ന് പറയുമ്പോൾ ചേച്ചി തൂക്കം കൊണ്ടുവന്ന് വീണ്ടും അവയിലിട്ട് തരും. വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, ഇയാളുടെ വൃത്തിയായിട്ടുള്ള ഹോട്ടൽ,
സെറാമിക് ടൈലൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ ഹോട്ടലിലൂടെ എൻ്റെ ഈ എച്ചിൽ കൈയും കൂടെ കൊണ്ട് ഞാൻ നടന്നു പോയി കൂപ്പൺ എടുത്ത്, എന്തൊരു സമൂഹ സദ്യയെ കൂപ്പൺ എടുത്ത് അവിടെ നിന്ന് വീണ്ടും കിണ്ണ അവിയൽ വാങ്ങിക്കാനായിട്ട് ആ ക്യൂവിൽ നിന്ന് വീണ്ടും കിണ്ണ അവിയൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ വീണ്ടും ഇരിക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ കൈയും കൊണ്ട് പോകണം. ഇതേ ഹംഗ്രി മൃണാൾ തന്നെ പല ഹോട്ടലുകളും കയറി പറയുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഇയാൾ പല ഹോട്ടലിലും കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇലയുണ്ടല്ലോ, ചില ഹോട്ടലുകളിൽ നമ്മൾ ഇല എടുക്കണം. അതൊരു പ്രശ്നമേ അല്ല, എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ ഇല നമ്മൾ എടുത്തിട്ട് കൈ കഴുകാൻ പോകുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബേസിൻ വെച്ചിട്ടുണ്ട്, ആ ബേസിനിലോട്ട് അങ്ങ് ഇടണം. ഇയാൾ ആ സമയത്ത് പറഞ്ഞത് ഈ ഹോട്ടലിലൊക്കെ ഈ ഇല എടുക്കുക എന്നൊക്കെ ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ നിർത്തലാക്കണം, ഇതൊക്കെ പണ്ടേ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞൊരു ടീമാണ് ഇയാളുടെ വ്ളോഗിനകത്ത് വഴി. അങ്ങനെ പറഞ്ഞ ഇയാളാണ് ഇരുന്നിടത്ത് നിന്ന് നമ്മൾ എഴുന്നേൽപ്പിച്ച് വീണ്ടും ഒരു കിണ്ണം അവിയൽ, ഒരു കിണ്ണം തോരൻ, ഒരു കിണ്ണം ബീഫ് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ ഇത് അങ്ങനെയല്ലേ, ഇങ്ങനെ അന്നല്ല അങ്ങനെയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കരമായിട്ട് നിലപാടങ്ങ് മാറ്റിക്കളയും. അല്ലെങ്കിൽ ഇയാൾ പെട്ടെന്ന് എവിടെ എനിക്ക് ഉരുളാനുള്ള തറ എന്ന് പറഞ്ഞുകൊണ്ട് തറയെ കിടന്ന് അങ്ങ് ഉരുണ്ട് മെഴുകലാണ്. പിന്നെ ഇയാൾക്കൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ ഇയാളുടെ ഒരു ഇളിച്ച ചിരിയുണ്ട്, അതാണ് സത്യം പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്തത് എന്ന് പറഞ്ഞങ്ങ് ചിരിച്ചു കളയും. ഇതാണ് സഹിക്കാൻ വയ്യാത്തത്. ചില ഹോട്ടലിലൊക്കെ ഇയാൾ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇയാൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയിട്ട് ആ ഹോട്ടലിനെ കുറ്റം പറയുന്നു. ഹോട്ടലിന് വൃത്തിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഹോട്ടലിനെ കുറ്റം പറയുന്നു. ഇയാൾ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടാൽ ടു ബി ഫ്രാങ്ക് എനിക്ക് ഛർദ്ദിക്കാനാണ് വരുന്നത്. ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇയാൾ ഈ ബീഫിൻ്റെ മുകളിൽ കൂടെ തൈരും എല്ലാം എടുത്ത് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ വാക്കകത്തെടുത്ത് വെച്ച് കൈ കൂടെ ചാളുവൊക്കെ വലിച്ച് ഇങ്ങനെ തിന്നുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അയാൾക്കത് ഇഷ്ടമാണ്. പക്ഷേ ഞാനതിനെ വിമർശിക്കാൻ വരുന്നില്ല. കാരണം ഇഷ്ടമല്ലാത്തൊരു കാരണം ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ്, എനിക്കത് ഇഷ്ടമല്ല, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. പക്ഷേ ഇതേ വിമർശനം, ഇതേ ക്രിയാത്മകമായിട്ടുള്ളൊരു വിമർശനം ഇയാൾക്ക് നേരെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ അവരെ പിടിച്ചു അങ്ങ് നീ മറ്റവനല്ലടാ, നീ മറിച്ചവനല്ലടാ, എൻ്റെ ജാതി പറയുന്നു, മതം പറയുന്നു, എൻ്റെ രാഷ്ട്രീയം പറയുന്നു. ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറയാനാണെങ്കിൽ എൻ്റെ പൊന്നു മൃണാളെ കുത്തി നിർത്തേണ്ടി വരും. എൻ്റെ പൊന്നു മൃണാളിനെ പണ്ട് വന്ദേ ഭാരത് എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ ഒരു ട്രെയിൻ വന്നല്ലോ. ആ സാധാരണക്കാരൻ്റെ ട്രെയിൻ വന്നിട്ട് ആ ട്രെയിനിൽ കയറിയത് തൊട്ട് ആ ട്രെയിനിനെ കുറ്റം തന്നെ. ആദ്യ ഭീകരമായിട്ടുള്ള കുറ്റമാണ് ആ ട്രെയിനിനെ പറയുന്നത്. ആ ട്രെയിൻ ഇങ്ങനെ ഇരുന്നിട്ടൊരു ടേപ്പ് എടുത്ത് അവൻ അളന്നിട്ട് ലെഗ് സ്പേസ് കുറവാണ്, എന്നിട്ട് കൊണ്ടുവന്ന ചായ എടുത്ത് കുടിച്ചിട്ട്, അതേ സാധാരണക്കാരൻ്റെ ട്രെയിനാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. ഞാൻ വന്ദേ ഭാരത് ഉപയോഗിച്ചാണ് പോകുന്നത്. ഇവിടെ നിന്ന് തൃശ്ശൂർ വരെ വന്ദേ ഭാരത് എനിക്ക് പോയാൽ 895 രൂപയേ ഉള്ളൂ. തൃശ്ശൂർ വരെ 4 മണിക്കൂറിലെത്തും. രാവിലെ 5:30 കയറി കഴിഞ്ഞാൽ 9 മണിക്ക് മുമ്പ് എവിടെ എത്തും. വൈകുന്നേരം തൃശ്ശൂരിൽ നിന്ന് ഒരു 6 മണിക്ക് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോൾ വന്ദേ ഭാരത് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ ഞാൻ വന്ദേ ഭാരതിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് ചായ കൊണ്ടുവന്നപ്പോൾ ആ ചായ എടുത്ത് കുടിച്ചിട്ട് മസാല ചായ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കുമല്ലോ. അപ്പോൾ പുള്ളിയുടെ കവിള് കൂടെ ഇങ്ങനെ കിടന്നു ഇങ്ങനെ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അതെടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ഒരു കാഴ്ച. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വന്ദേ ഭാരത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഭൂരിഭാഗം ഉള്ളത്. ഞാൻ ഈ ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഈ വന്ദേ ഭാരതിനെ കുറ്റം പറയുന്ന കമ്മികളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ പോലും വന്ദേ ഭാരത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയുള്ളൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ 60 കൊല്ലം ബാക്കിയുള്ളവർ ഭരിച്ച് മുടിച്ചില്ലേ? ആ ഭരിച്ച് മുടിച്ചപ്പോഴൊന്നും ഇങ്ങനത്തെ ട്രെയിൻ വന്നില്ലല്ലോ. ഒരു ട്രെയിനുണ്ട് വിവേക് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അവന്മാരുള്ളപ്പോൾ കൊണ്ടുവന്നത്, അതൊന്ന് കയറി നോക്ക്. അങ്ങനെയുള്ള ഒരു ട്രെയിന് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ട്രെയിൻ കൊണ്ട് ആദ്യമായിട്ടൊരു സാധനം അവതരിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇനി ഭാവിയിൽ ഇതിൻ്റെ കുറ്റങ്ങളെല്ലാം പരിഹരിക്കും. ഈ ട്രെയിൻ വന്നു പറഞ്ഞാൽ ഈ ട്രെയിനകത്ത് അങ്ങ് കയറിയിട്ട് അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ ട്രെയിനിൽ ഇരിക്കുന്ന കസേര, ആ കസേരയിൽ ഇരുന്നിട്ട് ഇത് കുഷ്യനല്ല, എന്നിട്ട് കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ അവിടെ കുറഞ്ഞ പ്ലാസ്റ്റിക് എന്ന് പറയും. പിന്നെ ചാരിയിരിക്കും, റിക്ലൈനർ മോശമാണ്, ഇത് സ്പ്രിങ്ങൊക്കെ ഏത് കമ്പനിയാണെന്ന് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഷോയാണ്. അതുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ മതവും ജാതിയൊക്കെ പോട്ടെ, രാഷ്ട്രീയം പറയുകയാണെങ്കിൽ മതവും ജാതിയും നമ്മൾ പറയില്ല. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കുത്തി നിർത്തേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിലോട്ട് കടക്കാത്തത്. പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള വിമർശനമാണ് ഇയാൾക്ക് നേരെ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഇയാൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പുല്ലിൻ്റെ മോഹൻ ഞാൻ കാണിക്കുന്നില്ല, എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. എന്താണ് പറയുന്നതെന്നൊന്നും അറിയാമല്ലോ. കൊച്ചിയിൽ ഓണം ആഘോഷിക്കാൻ സദ്യ വാങ്ങിക്കാൻ ഞങ്ങളുടെ കാശില്ലെങ്കിൽ 9959930055 ഒരു മെസ്സേജ് അയക്കും. ഞങ്ങൾ സദ്യ ഫ്രീ ആയിട്ട് തരാം. കഴിഞ്ഞ ഓണത്തിനും അതിന് മുമ്പ് വിഷുവിലും ഒക്കെ നമ്മൾ ചെയ്തതുപോലെ സദ്യ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നു. മൃണാൾ പറഞ്ഞ നമ്പർ കേട്ടല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടായിപ്പില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 189 രൂപയ്ക്ക് ഒരു സദ്യ
ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 150 രൂപയ്ക്ക് നല്ല സദ്യ ആയിരിക്കണം. കാരണം ഞാനൊക്കെ ഓണത്തിന് സദ്യ മേടിച്ച് കഴിയുന്ന വീട്ടിലുണ്ടാക്കും. ഓണമല്ലാത്ത സമയങ്ങളിൽ എനിക്ക് സദ്യ മേടിച്ച് കഴിക്കാനായിട്ട് തോന്നുമ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം സ്റ്റാച്യൂവിലെ മദേഴ്സ് വെച്ച് പ്ലാസ എന്നുള്ളതാണ്. പിന്നെ ട്രാവൻകൂർ ഹോട്ടലിലും അത് തുടങ്ങി സദ്യ വളരെ ഗംഭീരമായിട്ടുള്ള സദ്യയാണ്. 250 രൂപയാണ് സദ്യ എന്ന് പറയുന്നത്. AC റെസ്റ്റോറൻ്റാണ് കേട്ടോ. 250 രൂപയാണ് അവിടെ സദ്യ എന്ന് പറയുന്നത്. ഈ എല്ലാ ഗവൺമെൻറ് ജീവനക്കാരും വന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ മദേഴ്സ് വെച്ച് പ്ലാസയും ട്രാവൻകൂർ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ സ്റ്റാച്യൂവിലാണ്, സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്താണ് ട്രാവൻകൂർ ഹോട്ടൽ. അവിടെ പോയാണ് സദ്യ കഴിക്കുന്നത്. 189 രൂപയ്ക്കാണ് ഇയാൾ സദ്യ കൊടുക്കുന്നതെന്ന് ഇയാൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇയാളുടെ ആ ഒരു പേജിൽ എനിക്ക് തോന്നുന്നു ഇയാളുടെ ഭാര്യയാണെന്ന് തോന്നുന്നു ഒരു റീൽ ഇടുന്നത് ഞാൻ കണ്ടു. ആ റീലിൽ ആ സ്ത്രീ പറയുന്നത് 189 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ റേറ്റാണ്. നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്താൽ ഞാൻ 189 രൂപയ്ക്ക് സദ്യ തരും. നാളെയാണെങ്കിൽ 5 രൂപ കൂടും, മറ്റന്നാളാണെങ്കിൽ 5 5 10, അടുത്ത ഓരോ ദിവസവും 5 രൂപ കൂടി 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 നിങ്ങൾക്ക് സദ്യ കഴിക്കേണ്ട ഓണമാകുമ്പോഴേക്കും 499 രൂപയാണ് ഈ സദ്യ ആവുന്നത്. അതായത് ഇന്ന് ബുക്ക് ചെയ്യണം. ഇന്ന് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 189 രൂപയ്ക്ക് സദ്യ കിട്ടും എന്നുള്ളത് ഒരു വളരെ വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഒരു ഉടായ്പ കൂടെയാണിത് എന്നുള്ളത് വ്യസനസമേതം അറിയിച്ചു കൊള്ളട്ടെ, വിഷമം കൊണ്ട് പറയുക. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഈ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്നിട്ടല്ലോ ഫ്രീ ആയിട്ട്, അതിൽ ഉടായ്പൊന്നുമില്ലെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. താങ്കളെ ദൈവം എനിക്കിത് കിട്ടുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇനി വേറൊരു കാര്യം അയാൾ പറയുന്നത്, പിന്നെ എന്റെ ഫ്രണ്ട് രാജു എന്നെ രാവിലെ വിളിച്ചു. രാജു ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആണ്. രാജു ഉണ്ടോ എന്ന് തോന്നുന്നു. ചോദിച്ചു, എടാ നിന്റെ അനിയനാണോ അവൻ? ഞാൻ ചെയ്യപ്പൻ എന്നെ പറ്റി വീഡിയോ ചെയ്ത ഒരാള്. നമ്മൾ അല്ല, എനിക്ക് ഞാനാണ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ അമ്മാവനാണോ ഇയാള്? ഏതാള്? ഒരു സ്ക്രീൻഷോട്ട് അയച്ചത്. ഇല്ല, എനിക്കറിയില്ല. അല്ല, ഇവരൊക്കെ നിന്റെ കൂടെ ജനിച്ചു വളർന്നത് പോലെ അല്ലെങ്കിൽ നിന്നെ എടുത്തു വളർത്തിയ പോലെയാണല്ലോ നിന്നെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇല്ല, ഞാനിവരെ ആരും ജീവിതത്തിൽ എനിക്കിതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളെ, മലയാളം ക്രിമിനാളിതിരെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടോ ഒരു തവണ പോലും സംസാരിച്ചിട്ടോ ഇല്ല, ഒന്നുമില്ല. അതായത് ഹംഗ്രി മൃണാളിനെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെതിരെ കണ്ടിട്ടില്ല. ഇവൻ്റെ മൃണാളിൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കണം. അതിനകത്ത് ഇഷ്ടം പോലെ ഹോട്ടലുകളെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളെ ഇയാൾ വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവരാരെങ്കിലും താങ്കളുടെ അമ്മായിയപ്പനോ അമ്മായിയമ്മയുടെ മോനോ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ മോനോ ആരെങ്കിലും ആയിരുന്നല്ലോ? അല്ല, താങ്കളെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരുപക്ഷെ നീ ഇവിടെ വന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പോകുന്നു എന്ന് പോലും പല ആൾക്കാരും അറിഞ്ഞു കാണില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെയൊക്കെ ചെന്നിരുന്ന അവിടുത്തെ പുളിശ്ശേരിയും അവിടെയുള്ള രസവും മോരും ഒക്കെ ആ കയ്യിലെ ഇതുവരെ വരും. അതൊക്കെ എന്ന് പറഞ്ഞ് നക്കി അടിച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് അവരെ കുറ്റം പറയുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ തോന്നും എന്ന് പറയുന്ന ഒരു സാഹചര്യം. താങ്കൾ ഇപ്പോൾ കാനഡയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാനഡയിൽ പോയി ഇരിക്കുകയാണ്. ഇന്ന് കാനഡയിലാണെങ്കിൽ നാളെ സ്പെയിനിലാണെങ്കിൽ മറ്റന്നാൾ സ്വിറ്റ്സർലാൻഡിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ താങ്കളുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, താങ്കളുടെ സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസിന് ചേരുന്ന ഹോട്ടലുകളിൽ മാത്രം കയറുക. താങ്കൾക്ക് മറ്റേ ലേ മെറിഡിയൻ, പിന്നെ ഇവിടെ ടൗൺ ടവർ, പിന്നെ നമ്മുടെ ഈ DPAയിൽ ഇരിക്കുന്ന ആ ഒരു ഹോട്ടലുണ്ടോ, വലിയൊരു ഹോട്ടൽ, നമ്മുടെ ഈ പെട്ടെന്ന് പേര് ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള ഹോട്ടലുകൾ, സൗത്ത് പാർക്ക്, അങ്ങനെയുള്ള ഹോട്ടലുകൾ, ഇവിടെയുള്ള ഹോട്ടലുകളിൽ മാത്രം കയറുക. നല്ല രീതിയിൽ നല്ല കാശിറക്കി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് അവരെ കുറ്റം പറയുക. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? സാധാരണക്കാരൻ്റെ ഹോട്ടലിൽ, അതൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഹോട്ടലിൽ അയാൾ മുണ്ട് മുറുക്കി കൊടുത്തായിരിക്കും ഓരോ ദിവസവും ഹോട്ടൽ ബിസിനസ്സിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരിക്കും അയാൾ നഷ്ടമുണ്ടെങ്കിൽ ഇത് പൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് സഹിച്ച് ഭക്ഷണം കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ ചെറിയ ചെറിയ ഹോട്ടലുകളിൽ, തട്ടുകട പോലുള്ള ഹോട്ടലുകളിൽ കയറിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ആ ഹോട്ടലിനെ കുറ്റം പറയുക. എന്തുകൊണ്ട് ഇവനൊന്നും ഇവിടെയുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നില്ല? 5 സ്റ്റാർ ഹോട്ടലിനെ കയറി അതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊരു മാഫിയാണ്. നാളെ കഴുത്ത് വേറെ കാല് വേറെ ആയിട്ട് കൊച്ചി കായലിൽ ഇങ്ങനെ ഒഴുകി നടക്കും. അതുകൊണ്ടാണ് അവിടെ ഒന്നും കയറി കുറ്റം പറയാത്തത്. മറിച്ച് അവിടെ കയറി പറയുന്നത് എന്താണ്? അതുപോലുള്ള ഹോട്ടലുകളിൽ കയറി ഇരുന്നിട്ട് തട്ടുകടയിൽ കയറുന്ന സാധാരണക്കാരനെ കുറ്റം പറയും. തട്ടുകടയിൽ കയറുന്ന ട്രിവാൻഡ്രത്തുള്ള സാധാരണക്കാരെക്കുറിച്ച് ഇയാൾ പറഞ്ഞത്, ട്രിവാൻഡ്രത്തുള്ളവർക്ക് എവിടെ നിന്നാലും ഓവറായിട്ടുള്ള ചവറ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചാൽ മതിയല്ലോ, അവർക്ക് ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, ക്വാളിറ്റി അല്ല അവർക്ക് വേണ്ടത് എന്നാണ് ഇയാൾ പറയുന്നത്. അയാൾക്ക് അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം തിരുവനന്തപുരത്ത് നിന്ന് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ, പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ പറയുന്നത്, പറയാത്തൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പം നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ നിലപാടുണ്ട്, അതൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങൾ ഓരോ കിണ്ണം അരി, ഒരു പപ്പടത്തിന് സ്ട്രോയ്ക്ക് വരെ നിങ്ങൾ പൈസ മേടിക്കുന്നു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ചേട്ടാ അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് ചായയിൽ പഞ്ചാര ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ പൈസ അതിന് മേടിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇയാൾ ഉടനെ പ്ലേറ്റ് മറിച്ചിടും. വിത്തൗട്ട് ചായ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ജോലി ഇവിടെ കൂടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.
ജോലി കൂടുന്നത് കൊണ്ട് തന്നെ എന്താ ജോലി കൂടുന്നത് എന്താ അതൊന്നും നമുക്കറിയില്ല, അങ്ങനെ കൂടുകയാണ് നമ്മൾ ചെയ്ത് എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കും. പോരാത്തതിന് ഇവിടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് പ്രതികരിക്കും. ഒരുപാട് പേര് ഇപ്പോൾ പൈസ കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ പ്രതികരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്, ട്വിറ്ററിൽ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്, വീട്ടിൽ തന്നെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. ചുമ്മാ ഇരുന്ന് വീട്ടിൽ അവൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഇവ എന്തിനു മുണപ്പടേ എന്ന് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. അങ്ങനെ വീട്ടിൽ നിന്ന് പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും, അതായത് അവർ കുറച്ച് പഴയ ആൾക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഫേസ്ബുക്കും ട്വിറ്ററും എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് തുറന്നിട്ടിട്ട് അങ്ങനെ അതിനകത്തൂടെ പ്രതികരിച്ചേനെ. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരിച്ചേനെ. അതുകൊണ്ട് ഇത് നമുക്ക് പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആൾക്കാർ ഇത് പ്രതികരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എൻ്റെ അമ്മായിയുടെ മോനും കുഞ്ഞമ്മയുടെ മോനും ഒന്നും അല്ല എന്നെ വിമർശിക്കുന്നത്, അതാരെന്ന് പോലും എനിക്കറിയില്ല. എന്നിങ്ങനെ പുച്ഛഭാവത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആരുടെ അമ്മായിയുടെയും കുഞ്ഞമ്മയുടെ മോനൊന്നും അല്ലല്ലോ ഈ ഹോട്ടലുകളിൽ കയറി കുറ്റം പറയാം. ഹോട്ടലുകളെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ച ശേഷം ഭക്ഷണം മോശമാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ അതിനെ വിമർശിക്കാം, മാന്യമായ രീതിയിൽ അതിനെ വിമർശിക്കാം. ഒരു പ്രശ്നവും ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാന്യമായ രീതിയിൽ അതിനെ വിമർശിക്കാം. ആ വിമർശനം ആ ഹോട്ടലുകാർ ഉൾക്കൊള്ളും. മറിച്ച് ആ ഹോട്ടലിനെ പറയുക, ആ ഹോട്ടലിലെ സ്റ്റാഫുകളെ പറയുക, അവിടെ വൃത്തിയില്ലാത്തതിൻ്റെ കാരണം മറ്റതാണ് മറിച്ചതാണെന്ന് പറയുക. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് തൂങ്ങിച്ചാവാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നത് ഏത് ടൈപ്പിലെ പ്രവണതയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി എലൈറ്റ് ക്ലാസ് പീപ്പിളിൻ്റെ ഇടയിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പം രാജു ചോദിച്ചു പിന്നെന്താണ് ഇങ്ങനെ പറയാൻ, എനിക്കറിയില്ല. അതിലാരോ ഒരാള് ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സദ്യ വേണമെങ്കിൽ ബുക്ക് ചെയ്യണം. 999 മെസ്സേജ് അയച്ചു, മാർക്കറ്റിംഗ് നമുക്ക് ബുക്ക് ചെയ്യാം. എന്റെ കൂടി ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് കൂടെ ജോലിയോട് കൂടിയാണ് കഴിക്കുക. കുറച്ച് ലേറ്റ് ആവും. എനിവേ, പിന്നെ ഇങ്ങനത്തെ എനിക്കെതിരെ ഹംഗ്രിമണ്ണാളിനെതിരെ ഇങ്ങനത്തെ പച്ചക്കള്ളം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതിന്റെ അടിയിൽ പലരും എന്നോടുള്ള സ്നേഹം കാരണം പച്ചക്കള്ളം എന്നാണ് പറയുന്നത്. പച്ചക്കള്ളം, ഹംഗ്രി മൃണാളിനെതിരെ പച്ചക്കള്ളം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു എന്ന്. അവിടെ ഇയാൾ അവിടെ വന്നിരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുമ്പം ഇവിടെ ഈച്ചയുണ്ടോ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എവിടെയാണ് ഈച്ച കാണുന്നത് പറയുമ്പോൾ ഒരു ഈച്ച പറന്ന് വന്ന് മറ്റേ മൂക്കി ഇരിക്കും അല്ലെങ്കിൽ താഴെ ഇരിക്കും. അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ ട്രോളാക്കി കഴിഞ്ഞാൽ പച്ചക്കള്ളമായി. എങ്ങനെ ഇരിക്കുന്നു? എഴുതി വെക്കുന്നതെന്ന് കേട്ടു. അത് വേണ്ട, പ്ലീസ് റിക്വസ്റ്റ് ആണ്. തെറി പറയരുത് കേട്ടോ എൻ്റെ ഫാൻസ്, തെറി പറയരുത് എൻ്റെ ഫാൻസ്. ഒന്നും ഉണ്ടാക്കിയില്ല, ഒന്നും സ്വയം ചെയ്യാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടുമാണ് ഇവൻ ആദ്യം ഒരു ക്യാമറയും ജഗതി പറയുന്നത് ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തുകൊണ്ട് ആദ്യം ഹോട്ടലുകൾ മുഴുവൻ കയറി ഇറങ്ങി അവരെയൊക്കെ തെറി പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും ജീവിതത്തിൽ ചെയ്യുകയില്ലല്ലോ, അതുകൊണ്ടാണ് തെറി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ, അതായത് കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ഹോട്ടലിനി വന്നിട്ട് ആ ഹോട്ടൽ ഞാനിനി റിവ്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് 50,000 രൂപ തരണം എന്ന് പറയുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്വതസിദ്ധമായിട്ടുള്ള അഹങ്കാരം, ആ പൈസ എനിക്ക് വേണമെന്നുള്ളത് കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, കാരണം റിച്ച് ആണല്ലോ. പിന്നെ അല്ലാതെ ഞാൻ വന്നിരുന്ന് റിവ്യൂ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തോ നിങ്ങളുടെ പിച്ചക്കാരനെ പോലെ നിങ്ങൾക്ക് അങ്ങ് തോന്നും. അങ്ങനെയുള്ള രീതിയിലാണ് സംസാരം. ഇതാണ് ബേസിക് സംസാരം എന്ന് പറയുന്നത്. ബേസിക് ഇങ്ങനെ ഒരു സംസാരിക്കുന്ന ആളെ ഒന്ന് വാപത്തി മിണ്ടാതിരിക്കാമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബസ് മുതലാളിയല്ലേടാ എന്ന് വരവേൽപ്പിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഒന്നുമില്ലെങ്കിലും ഞാൻ ആൾക്കാർക്ക് മായമില്ലാതെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ ഉടമയല്ലേടാ എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എഴുത്തച്ഛൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, താൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം, താൻ നിരന്തരം ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം താൻ അനുഭവിച്ചിടുന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നീ ഏത് അളവിൽ അളന്നു കൊടുക്കുന്നുവോ അതേ അളവിൽ നിനക്കും അളന്ന് കിട്ടും. നമ്മുടെ പച്ച മലയാളത്തിൽ തിരുവനന്തപുരത്ത് അടിച്ച് കിട്ടി എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും. നമ്മുടെ പല ഭാഷയിൽ പല ചൊല്ലുകളാണ് ഇതിനുള്ളത്. അതുപോലെ അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തലങ്ങും വിലങ്ങും കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ ഒന്നും നിവർത്തിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറേ മാർക്കറ്റിങ്ങും കുറേ നന്മയൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. തെറി പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പറയുന്നു ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ കൂടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, അതിൻ്റെ ചെറിയൊരു നന്മ കൂടെ ഞാൻ അതിൻ്റെ ഇടയിൽ വാരി വിതറുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. റീച്ച് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യലാണ് അവരുടെ പണി. അത് ഇന്ന് ഞാൻ നാളെ വേറെ ആള് പണ്ട് സ്റ്റീവൻ നെടുമ്പള്ളി പറഞ്ഞ ഓർമ്മയില്ലേ, അതെ, അങ്ങനെ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെന്ത് ചെയ്യും, അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. നാട്ടുകാരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇന്നൊരു ആൾ തെറ്റ് കണ്ടു, നാളെ വേറൊരാൾ പറയുമ്പോൾ തെറ്റ് കാണും. അതായത് നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ കഴിക്കുന്നത് ഉച്ചയ്ക്ക് ചോറാണ്, നാളെ ഞാൻ ചോറ് കഴിക്കണമെന്നില്ല. നാളെ ഉച്ചയ്ക്ക് ചിലപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നും, മറ്റന്നാൾ എനിക്ക് കഴിക്കണമെന്നേ തോന്നില്ല. അതുപോലെ തന്നെയാണ് ഇത് എന്നും അങ്ങ് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. ഇത്രയും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അമ്മച്ചിയാണ് ഞാൻ, മോട്ടയ്ക്ക് ഒരു കുറവുമില്ല. ഇത് കയ്യിലുള്ള പൈസയുടെ ഗുമ്മ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ആ ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞ ഹോട്ടൽ അതൊന്നും പൂട്ടിപ്പോണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നടന്നു പോട്ടെ, എല്ലാവിധ ആശംസകളും. പക്ഷേ
വാ അടച്ചു വെച്ച് മിണ്ടാതിരിക്കണം. അമ്മച്ചിയാണ് മറ്റേ നന്ദന സിനിമയിൽ ജഗതിയുടെ അടുത്ത് മാള അരവിന്ദനെ നമ്മുടെ കലാഭവമണി കൊണ്ടുവരുമ്പം ജഗതി ചോദിക്കും ഇയാളെന്താ തുണി തിരിഞ്ഞുവാണോ എന്ന് പറയുമ്പോൾ അല്ല, തിരികെ കയറ്റിയതാ ഒരു ഫുൾ ഡബിൾ മുണ്ട്, വാ തുറന്നാൽ തെറീര പൂജ എന്ന് പറയുന്നത് പോലെ ഒരു ഫുൾ ഡബിൾ മുണ്ട് തിരികെ കയറ്റിയിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കണം. എങ്കിൽ ആ ഹോട്ടലിൽ നല്ലപോലെ നടന്നു പോകും, ഒരു പ്രശ്നവും അതിന് കാണൂല. അപ്പം ശരി.